മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. ദൈവാത്മാവിൻ്റെ നിറവ് ഓരോരുത്തരും വന്ന് നിറയട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്നത്തെ വചനവിചിന്തനത്തിനായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനമാണ് ആധാരമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവദൂതൻ മറിയത്തിൻ്റെ പക്കലേക്ക് വരുന്നതും മറിയത്തെ അഭിവാദനം ചെയ്യുന്നതുമാണ്. നമ്മളിങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: ദൂതൻ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മറിയത്തോട് ആനന്ദിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുവിൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ആരംഭിക്കുന്നത് ആനന്ദിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗ്രീക്ക് ഭാഷയിൽ ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ആനന്ദിച്ചാലും എന്നുള്ള വാക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ കൈറെ, കക്കരിത്തോമനെ എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ്. കൈറെ ആനന്ദിച്ചാലും, അനന്തമായ ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും. ആനന്ദിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആരംഭത്തിലെ മുഖമുദ്രയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആനന്ദിച്ചാലും. അത് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തിലുടനീളം ഈ ആനന്ദമാണ് ഉണ്ടാകേണ്ടതെന്ന് ദൈവത്തിൻ്റെ ദൂതൻ, ദൈവം തന്നെ പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്നിലൂടെ പിറക്കാനിരിക്കുന്ന രക്ഷകൻ വഴി നീ ആനന്ദത്തിന് കാരണമായി തീരും. നിന്റെ ശിശു പലർക്കും, ഈ ലോകം മുഴുവനിലും ആനന്ദത്തിന് കാരണമായി തീരും. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആനന്ദിക്കുക എന്നുള്ളതാണ്. ലോകം തരുന്നത് പോലെയുള്ള ഒരു സന്തോഷമല്ല ഇത്. ലോകം വെച്ച് നീട്ടുന്ന തരത്തിലുള്ള ഒരു ആഹ്ലാദമല്ല അത്. അതിനേക്കാൾ ഉപരിയായി ഏത് ജീവിത സാഹചര്യങ്ങളിലും ആനന്ദിക്കാനുള്ളൊരു കഴിവ്, അതൊരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ആനന്ദമാണ് ഒരു വ്യക്തി നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ദൂതൻ ദൈവ സന്ദേശമായിട്ട് പറയുന്നത് ആനന്ദിക്കുക. അത് ഒരു നിമിഷത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരു കാലഘട്ടത്തിലേക്കോ മാത്രമല്ല, നീ നിന്റെ ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുക. കാരണം ഇതാ, ആനന്ദത്തിന്, ഈ ലോക ജനതയ്ക്ക് മുഴുവനായി ആനന്ദത്തിന് കാരണമാകുന്നവൻ നിന്നിലൂടെ ജനിക്കാനായിട്ട് പോകുന്നു. അതുതന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലും പറയുന്നത്. ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് വ്യത്യാസമുണ്ട് എങ്കിലും
ഈ ആനന്ദത്തിൻ്റെ സദ്വാർത്തയാണ് മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിക്കുന്നത്. ഈ ആനന്ദമാണ് അവർക്കുണ്ടാകേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ്. യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആരംഭം പരിശുദ്ധ അമ്മയിലൂടെ ആനന്ദമായി തീരാൻ, ആ ആനന്ദത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ആ ആട്ടിടയന്മാരെ പ്രത്യേകമായി ദൂതൻ അറിയിക്കുന്നത്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ആനന്ദത്തിൻ്റെ സദ്വാർത്തയാണ് മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പരിശോധിച്ച് നോക്കാം. സുവിശേഷം, നല്ല വാർത്ത എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ വാർത്തയാണ് ഈശോ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ആനന്ദത്തിൻ്റെ വാർത്ത അറിയിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ, നല്ല വിശേഷത്തിൽ ആനന്ദചിത്തരായി നിങ്ങൾ മാറുവിൻ എന്നാണ് ഈശോ തൻ്റെ സുവിശേഷ ദൗത്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ ഉണ്ടായിരിക്കേണ്ടത് അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആനന്ദിക്കാനുള്ള വലിയൊരു മനോഭാവമാണ്. അത് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഈ നിലപാടെടുക്കുന്നവനാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒന്നുകൂടി അർത്ഥതലങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ, മലയിലെ പ്രസംഗത്തിൽ ഈശോ ഓരോ വാക്കുകളും എടുത്തു പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ ആനന്ദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു വശമാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്. ആനന്ദിച്ചാലും കൈറെ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗമായി മക്കാരിയോസ്, ബ്ലെസ്സിങ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിൻ്റെ കുറെ കൂടി യഥാർത്ഥ അർത്ഥം വരുന്നത്, ആന്തരികമായ അർത്ഥം വരുന്നത് ഭാഗ്യം ചെയ്തവർ അല്ലെങ്കിൽ സന്തോഷവാന്മാർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. എന്തൊക്കെയാണ് ഒരുവന് സന്തോഷമായി തീരേണ്ടത്, എന്തൊക്കെയാണ് ഒരുവന് ഭാഗ്യമായി തീരേണ്ടത് എന്ന് മത്തായിയുടെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു ലിസ്റ്റ് തന്നെ ഈശോ മലയിലെ പ്രസംഗത്തിലെ ആരംഭത്തിൽ തന്നെ പറയുകയാണ്. എങ്ങനെയുള്ളവരാണ് ഭാഗ്യമുള്ളവർ? അവർ അനുഗ്രഹീതർ മാത്രമല്ല, അവർ സന്തോഷം കൊണ്ടുവരുന്നവരാണെന്നാണ് പറയുന്നത്. അവർ ഭാഗ്യമുള്ളവരാണെന്നാണ് ഈശോ ജനതയെ നോക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ സന്തോഷം കൊണ്ടുവരുന്നവരാണ്, ഭാഗ്യമുള്ളവരാണെന്നാണ് പറയുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഭാഗ്യമുള്ളവരാണെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, സന്തോഷമുള്ളവർ. എങ്ങനെയാണ് വിലപിക്കുന്നവർക്ക് ഭാഗ്യം സിദ്ധിക്കുക? അവരെങ്ങനെയാണ് സന്തോഷമുള്ളവരായിട്ട് മാറുന്നത്? ഈശോ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവരുടെ വിലാപം ആനന്ദമായിട്ട് മാറാനായിട്ട് സാധിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഓരോ കാര്യങ്ങളിലും അവർ ഭാഗ്യവാന്മാരും സന്തോഷമുള്ളവരുമാണ് എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത്
തീർച്ചയായും പല മുഖങ്ങളുമുള്ള അസ്തിത്വ രീതിയാണ്. പല മുഖങ്ങളുമുള്ള അസ്തിത്വ രീതിയാണ് ആനന്ദം എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതാവസ്ഥ പലതരത്തിലുള്ളതായിരിക്കാം, പല സാഹചര്യങ്ങളുള്ളതായിരിക്കാം. കഷ്ടപ്പെടുന്നവനുണ്ടായിരിക്കാം, വിലപിക്കുന്നവനുണ്ടായിരിക്കാം, ദാരിദ്ര്യം അനുഭവിക്കുന്നവനുണ്ടായിരിക്കാം. പക്ഷേ അവരിൽ എല്ലാവരിലും ഉണ്ടാകേണ്ട അടിസ്ഥാന മനോഭാവം എന്ന് പറയുന്നത് ദൂതൻ മറിയത്തോട് ഉദീരണം ചെയ്ത ആ വാക്കുകളാണ്. നീ ആനന്ദിക്കുക, നീ ഭാഗ്യമുള്ളവളായി തീരുക, ഭാഗ്യമുള്ളവനായി തീരുക, നീ ആനന്ദം കൊണ്ട് നിറയുന്ന വ്യക്തിയായിരിക്കുക ജീവിത സാഹചര്യങ്ങളിൽ മുഴുവനും. അതുകൊണ്ടാണ് ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അവർ ഭാഗ്യവാന്മാരായി തീരണം, സന്തോഷമുള്ളവരായി തീരണം. വീണ്ടും പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യമുള്ളവർ, അവരും ആനന്ദിക്കാൻ അർഹതപ്പെട്ടവരാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ അവരും ഭാഗ്യവാന്മാരാണ്, സന്തോഷമുള്ളവരാണ്. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്, അവർ ആനന്ദിക്കേണ്ടവരാണ്, സന്തോഷം കൊണ്ട് നിറയേണ്ടവരാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിക്കണമെന്നും നിങ്ങൾ ആനന്ദിക്കണമെന്നും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്നും ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ ആനന്ദം കൊണ്ട് നിറയണമെന്നാണ് ഈശോ നമ്മെ ഓർപ്പിച്ചു തരുന്നത്. ഒരു വ്യക്തിയുടെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത്. ആ സാഹചര്യങ്ങളിലെല്ലാം നീ ആനന്ദിക്കാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം. പരിശുദ്ധ അമ്മയോട് ദൂതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം സാധാരണ മനുഷ്യർ കാണുന്നത് പോലെയുള്ള, പുറമേ നിന്ന് കാണുന്നത് പോലെയുള്ള ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം. തൻ്റെ കുഞ്ഞിന് ജനിക്കാൻ സ്ഥലം കിട്ടാതായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ബത്ലഹേമിൽ വിഷമകരമായ സാഹചര്യത്തിൽ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നപ്പോൾ, കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ, അതിനേക്കാളുപരി പീഡാനുഭവത്തിൻ്റെ യാത്രയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ആനന്ദം കൊണ്ട് പരിശുദ്ധ അമ്മ നിറഞ്ഞിരിക്കണം. ജീവിതത്തിൻ്റെ പല വ്യത്യസ്തമായ മുഖങ്ങളുമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത രീതിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആ സ്ഥലങ്ങളിലും സമയങ്ങളിലും എല്ലാം ആനന്ദിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകണമെന്നാണ് ഓരോ ക്രൈസ്തവനെയും കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടം, കൊറോണ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം പലതരത്തിൽ വേദനിക്കുന്ന ഒരു കാലഘട്ടമാണ്, പലതരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്, ഭീതി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്, പലതരത്തിലുള്ള ജീവിത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദിക്കാൻ നമുക്കാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആനന്ദിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നീ യേശു പറഞ്ഞ ആ വചനത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് കൂടുതൽ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ചില ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുക. അവരുടെ ജീവിതത്തിലും നമുക്ക് ഇങ്ങനെ ഈ ആനന്ദം വന്ന് നിറഞ്ഞ അവസ്ഥ അവരിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സന്തോഷത്തിൻ്റെ പള്ളിക്കൂടത്തിൽ, ആനന്ദത്തിൻ്റെ വിദ്യാലയത്തിൽ ജീവിക്കുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഡീക്കനായിരിക്കുന്ന വിശുദ്ധ ലോറൻസിനെ, രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തെ പീഡിപ്പിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി ഇരുമ്പ് ചട്ട പഴുപ്പിച്ച് അതിൽ ആഴികൂട്ടി അഗ്നി കൂട്ടിക്കൊണ്ട് അതിൻ്റെ മുകളിൽ കിടത്തി വേദന കൊണ്ട് പുളയാമായിരുന്ന സാഹചര്യത്തിലും ലോറൻസ് പറയുന്നുണ്ട്,
ഒരു ഭാഗം വെന്തു കഴിഞ്ഞു, ഇനി എന്നെ മറുവശത്തേക്ക് കിടത്തിക്കൊള്ളുക. എങ്ങനെയാണ് ഇങ്ങനെയുള്ള വേദനയുടെ ദുഃഖത്തിന്റെ സാഹചര്യത്തിലും മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പോലും ഞാൻ ആനന്ദം കൊള്ളുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക? പരിശുദ്ധമ്മ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നോക്കുക. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വീട്ടിൽ നിന്ന് ഒരു ഇറക്കി വിടുന്ന രംഗമുണ്ട്, അല്ലെങ്കിൽ സ്ഥലത്തെ മെത്രാന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒന്നുമല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്ന ഫ്രാൻസിസ് അസീസിയെ നമ്മൾക്ക് കാണുന്നു. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ കാണുന്നത് ഓരോ നിമിഷങ്ങളിലും ആനന്ദം കൊണ്ട് നിറയുന്ന അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുക. കിളികളോട് സംസാരിക്കുമ്പോഴും പ്രകൃതിയിലെ ഓരോ നിമിഷങ്ങളും ആനന്ദമായി മാറ്റുന്ന ഫ്രാൻസിസിനെ കാണാനായിട്ട് സാധിക്കും. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നപ്പോഴും ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അതിഭീകരമായ കഠോരമായ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴും ഫ്രാൻസിസിന്റെ ജീവിതം ഒരു ആനന്ദത്തിന്റെ ജീവിതമാണ്. സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ ആനന്ദത്തിന്റെ ജീവിതത്തിൽ നിറയാനായിട്ട് സാധിക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ, സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ സന്തോഷം നൽകുന്നത് പണമായിരിക്കാം സന്തോഷം നൽകുന്നത്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളായിരിക്കാം സന്തോഷം നൽകുന്നത്, അല്ലെങ്കിൽ സമ്പാദ്യമായിരിക്കാം സന്തോഷം നൽകുന്നത്. പക്ഷെ ഈശോ പഠിപ്പിക്കുകയാണ്, ഇതൊന്നുമല്ല സന്തോഷം നൽകേണ്ടത്. ഭോഷനായൊരു ധനികനെ കുറിച്ച് ഈശോ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവൻ എല്ലാം അറപ്പുരകളെല്ലാം വലുതാക്കിക്കൊണ്ട് അതിലുള്ള ധാന്യമെല്ലാം നിറച്ചുകൊണ്ട് തിന്നുകുടിച്ച് അവനും ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്, സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ ആനന്ദം, അവൻ്റെ സന്തോഷം നിമിഷ നേരത്തേക്ക് മാത്രമാണ് ഉള്ളത് എന്ന് ഈശോ ഉപമയിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. നമ്മുടെ ആനന്ദം ഏതെല്ലാം സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മിൽ കുടികൊള്ളുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കുക. യേശുവിൻ്റെ സദ്വാർത്തയെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സുവിശേഷത്തിൽ, നല്ല വിശേഷത്തിൽ, നല്ല ആനന്ദത്തിൽ വിശ്വസിക്കാൻ, നല്ല വാർത്തയിൽ വിശ്വസിക്കാനായി, ആനന്ദത്തിന്റെ വാർത്തയിൽ വിശ്വസിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ള ഒരു മനോഭാവം മാറുമ്പോഴാണ് ആ വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ചിലരുടെ മാനസാന്തരം ഈശോ പറയുന്ന ഉപമയിലുള്ളത് പോലെ ആയിരിക്കാം, വഴിയരികിൽ വീണ വിത്ത് പോലെയായിരിക്കാം, മുൾപടർപ്പിൽ വീണ വിത്ത് പോലെയായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഈ ആനന്ദത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ആനന്ദത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് ഈശോ. ഇതാണ് ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ അളവുകോലായിട്ട് നമുക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിത കാലഘട്ടം ആരംഭിക്കുന്നത് ഇങ്ങനെ ആനന്ദിക്കുവാൻ പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലെ ആനന്ദിക്കാനുള്ള അവസരവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കർത്താവ് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഒരു ഡിഗ്രി കൂടെ കർത്താവ് കൂട്ടുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആനന്ദിക്കുക മാത്രമല്ല, ഈ ആനന്ദത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ആഹ്ലാദത്തിന്റെ അവസ്ഥയിൽ നീ ജീവിക്കണം, ഒരു വ്യക്തി ജീവിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള സൂചന കർത്താവ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പസ്തോലിക ഉദ്ബോധനം നമുക്ക് നൽകുന്നത്, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്.
ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഒരു വിശുദ്ധന്റെ ജീവിതം എങ്ങനെയാണെന്നും ഒരു വിശുദ്ധിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടതെന്നും ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ മാർപ്പാപ്പ ഊന്നി പറയുന്നുണ്ട്. പ്രത്യേകമായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം ആനന്ദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അങ്ങനെയുള്ള വ്യക്തിയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായി പരിശുദ്ധ പിതാവ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തന്നെ. പ്രയാസമേറിയ ജീവിതത്തോടൊപ്പം നിലനിൽക്കുന്നതാണ് യഥാർത്ഥമായ ആനന്ദം. പ്രയാസമേറിയ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലും യഥാർത്ഥ ആനന്ദം നിന്നിൽ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ നീ ഈശോ പറഞ്ഞതനുസരിച്ച്, പരിശുദ്ധ അമ്മ ആനന്ദിച്ചതനുസരിച്ച് നിന്റെ ജീവിതം നീ രൂപപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നല്ല ആനന്ദം നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വേദനിക്കുന്ന സാഹചര്യങ്ങളിലും യഥാർത്ഥ ആനന്ദം ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞതുപോലെ ആനന്ദിച്ച് ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പ്രയാസമേറിയ ജീവിത സാഹചര്യത്തിലൂടെയാണ് ഈ ലോക ജനത കടന്നു പോകുന്നത്. അപ്പോഴെല്ലാം യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയെ പോലെ ഹൃദയത്തിൽ ആനന്ദിക്കാൻ, ആനന്ദത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനുള്ള വലിയ അനുഭവം ഞങ്ങൾക്ക് നീ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.